നമുക്ക് വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. കിട്ടില്ല, നല്ല വണ്ടിയാണ്. അടുത്തത് ഫ്രണ്ടിലെ ടയർ മാറ്റിയിട്ട് 45,000 രൂപയ്ക്ക് കൊടുക്കാം. 12,000 രൂപ വെച്ച് കൊടുക്കാം. 45,000 കിലോമീറ്റർ. അതെ. പിന്നെ അതേപോലെ തന്നെ 2019 ഡെസർട്ട് സ്റ്റോം വണ്ടി, ABS വണ്ടിയാണെങ്കിലും വില കുറച്ച് കൊടുക്കാം, വളരെ വില കുറച്ച് കൊടുക്കാം. നല്ല അടിപൊളി വണ്ടിയാണ്. 51,000 കിലോമീറ്റർ ഓടിയ ക്രോം കളർ, മൊത്തം സ്റ്റീൽ ആയിട്ടുള്ള ഒരുപാട് അഡീഷണൽ ഫിറ്റിംഗ്സ്, ക്രാഷ് കാർഡ്, അതേപോലെ തന്നെ അഡീഷണൽ ഫിറ്റിംഗ്സ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് എല്ലാം അഡീഷണൽ പുത്തും വണ്ടി പോലത്തെ വണ്ടിയാണ്. M എഡിഷൻ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്, ഏറ്റവും ഓപ്ഷൻസ് കൂടിയ ഈ വണ്ടിയുടെ വില. ഇങ്ങോട്ട് വരുമ്പോൾ CT 125X 1, 2, 3, പിന്നെ 110X ഉണ്ട് അല്ലെ, ഇഷ്ടംപോലെ വണ്ടികൾ മൈലേജ്. അടുത്തത് 2 യൂണിക്കോൺ. അത് യൂണിക്കോൺ ആണ്. യൂണിക്കോൺ 2021 യൂണിക്കോൺ ആണ്. നല്ല ബ്ലാക്ക് വണ്ടി, പളുങ്ക് പോലത്തെ വണ്ടി, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. 24 പുതുപുത്തം വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ്. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? പുത്തം വണ്ടികളാണ്. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ബൈക്ക് മാർട്ട് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ ഞാൻ ഈ പുതിയ വർഷത്തിലെത്തേക്കണം അല്ലേ? ഓക്കെ നാസറിക്ക, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി അജാസ്. അപ്പൊ നമുക്ക് ക്രിസ്മസിന് വരാൻ പറ്റിയില്ല, നമ്മൾ തിരക്കിലായിരുന്നു, ഇക്കാര്യം തിരക്കിലായിരുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ പുതിയ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 25,000 R15 V1 ഇരിക്കുന്നുണ്ട്, 45,000 തണ്ടർബേർഡ് ബുള്ളറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വില കുറഞ്ഞ വണ്ടികളുണ്ട്, കൂടിയ വണ്ടികളുണ്ട്, മിഡ് പ്രീമിയം ഉണ്ട്, എല്ലാ വണ്ടികളുണ്ട്. അപ്പൊ ലൊക്കേഷൻ പറഞ്ഞേക്ക്. എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് തന്നെ കലൂര് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ 550 ഫ്രണ്ടിലാണ് ഈ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. അപ്പൊ നിങ്ങൾ വന്ന് വരിക, വണ്ടി വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. വണ്ടികൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കുറവാണ്. കാരണം എന്താണെന്ന് മെട്രോയുടെ വർക്ക് നടക്കണോണ്ട് നമ്മള് വണ്ടികളൊക്കെ എടുത്ത് പൊടി പിടിക്കും പെട്ടെന്ന്. വണ്ടി പൊടിയും പ്രശ്നങ്ങളാണ്. അപ്പൊ അത് കാരണം ക്ഷമിക്കുക. വണ്ടികളുണ്ട് നമ്മുടെ അടുത്ത്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ലോണിലൂടെ വണ്ടി എടുക്കാൻ പറ്റും. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോൺ കിട്ടും. ലോണും ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് 1 മണിക്കൂർ കൊണ്ട് വണ്ടിയായിട്ട് പോകാൻ പറ്റും. അപ്പൊ സിവിൽ സ്കോർ വേണമെന്നുള്ളൂ. സിവിൽ സ്കോർ കുറവാണ്, അല്ലാത്ത സിവിൽ സ്കോർ കുറവാണെങ്കിൽ ലോൺ കിട്ടുന്ന സ്കീമുകളുണ്ട്. അപ്പൊ നിങ്ങൾ വരിക, നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ലോൺ ചെയ്യാം. സിവിൽ സ്കോർ കുറവുള്ളവർക്ക് 2-3 ദിവസം പിടിക്കും വണ്ടി ഇട്ടാനായിട്ട്. കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാം. അതിന് അധികം ഡോക്യുമെന്റേഷൻ ആവശ്യമില്ല. ബാങ്ക് പാസ്ബുക്കും ആധാർ കാർഡും ഫോട്ടോയും പാൻ കാർഡും ഉണ്ടെങ്കിൽ, സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ലോൺ കിട്ടും. അല്ലാത്തവർക്ക് ഒരു 3-4 ദിവസം എടുക്കും എന്നുള്ളൂ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആർക്കും നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിൽ നമുക്ക് തന്നെ 2023 22 മോഡൽ R15 V4 ആണ്. ഏകദേശം 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 20 രൂപ അടച്ചാൽ മതി. ഇതാണ് നമ്മുടെ താരം. 2013 മോഡൽ R15 V2 ആണ്. നമുക്ക് വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. കിട്ടില്ല, നല്ല വണ്ടിയാണ്. അടുത്തത് R15 V4 2022 വണ്ടി 1,25,000. RS ഇതൊക്കെ 20 രൂപ അടച്ചാൽ മതി. RS 2018 മോഡൽ വണ്ടിയാണ്. വെറും 75,000 തന്നെ. അപ്പാച്ചയുടെ 200 2022 മോഡൽ വണ്ടി വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 78,000 രൂപയ്ക്ക് കൊടുക്കാം. ഓഫർ. ഇതാണെങ്കിൽ 2015 മോഡൽ വണ്ടി, തണ്ടർബേർഡ് ആണ്. നല്ല വണ്ടിയാണ്. 2016 ഉണ്ടോ? 2016 തണ്ടർബേർഡ് ഫ്രണ്ടിലെ ടയർ മാറ്റിയിട്ട് 45,000 രൂപയ്ക്ക് കൊടുക്കാം. അതെ 45,000. 2016 ഫിനാൻസ് ആവശ്യമാണെങ്കിൽ കൊടുക്കാം. ഇതാണെങ്കിലോ ബുള്ളറ്റുകൾ 2018 മോഡൽ വണ്ടിയാണ്. ഗൺമെറ്റൽ ഗ്രേ വണ്ടി. 1,12,000 രൂപ വെച്ച് കൊടുക്കാം. 45,000 കിലോമീറ്റർ. അതെ. പിന്നെ അതേപോലെ തന്നെ 2019 ഡെസർട്ട് സ്റ്റോം വണ്ടി, ABS വണ്ടി 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി. 50,000 കിലോമീറ്റർ. ബുള്ളറ്റ് ഇതൊക്കെ ആകുമ്പോൾ വെറും 15 20 രൂപ അടച്ചാൽ മതി. ഈ ബുള്ളറ്റ് ആണെങ്കിൽ 2017 വണ്ടിയാണ്. 20 രൂപ അടച്ചാൽ മതി. വണ്ടിയുടെ വില വെറും 85,000 രൂപ മാത്രം. ക്ലാസിക് വണ്ടിയാണ്. അത് തണ്ടർബേർഡ് വണ്ടിയാണ്. നല്ല 2018 മോഡൽ 350X ആണ്. വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. അതേപോലെ തന്നെ ഡൊമിനാർ 400 2018 മോഡൽ ABS വണ്ടി. ഈ വണ്ടിയാണെങ്കിലും വില കുറച്ച് കൊടുക്കാം, വളരെ വില കുറച്ച് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 87,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ MT 2022 മോഡൽ MT ആണ്. 1,23,000 രൂപയ്ക്ക് കൊടുക്കാം. 1,23,000 പറയുമ്പോൾ 30 രൂപ ഡൗൺ പേയ്മെന്റ് വരും. പിന്നെ മതിയാവും. 30 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഏതൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്? ഇവിടുത്തെ വണ്ടി പരിചയപ്പെടാം. ഓല സ്കൂട്ടർ ഉണ്ട്. വെറും 47,000
47,000 രൂപയ്ക്ക് 2022 മോഡൽ 47,000 രൂപ. ഫിനാൻസ് കിട്ടൂലല്ലോ? ഫിനാൻസ് കിട്ടില്ല. 47,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡ്യൂക്ക് 2024 വണ്ടിയാണ്, 250 വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 30 രൂപയ്ക്ക് അടച്ച ലോൺ കിട്ടും. വണ്ടിയുടെ വില വരുന്നത് 1,75,000 രൂപയ്ക്ക് കൊടുക്കാം. 500 ആണ്. നല്ല അടിപൊളി വണ്ടിയാണ്. 51,000 കിലോമീറ്റർ ഓടിയ ക്രോം കളർ, മൊത്തം സ്റ്റീൽ ആയിട്ടുള്ള ഒരുപാട് അഡീഷണൽ ഫിറ്റിംഗ്സ്, ക്രാഷ് കാർഡ്, അതേപോലെ തന്നെ അഡീഷണൽ ഫിറ്റിംഗ്സ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് എല്ലാം അഡീഷണൽ ഫിറ്റിംഗ്സ് ഉള്ള ഈ വണ്ടി അടിപൊളി വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ LED ലൈറ്റ് ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 68,000 രൂപയ്ക്ക് ബുള്ളറ്റ് കൊടുക്കാം. മോഡല് 2015 മോഡൽ. ഫിനാൻസ് കിട്ടില്ല, റെഡി ക്യാഷ് എടുക്കണം കേട്ടോ. ഫിനാൻസ് ആവശ്യക്കാർക്ക് കൊടുക്കാം. അത് കൊടുക്കും. ഓക്കെ. അടുത്ത V4 ആണ്. 2023 മോഡൽ എം എഡിഷൻ വണ്ടി, പുതുപുത്തൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 1,27,000 രൂപയ്ക്ക് ഈ വണ്ടിയും കൊടുക്കാം. വണ്ടി പുതുപുത്തൻ വണ്ടി പോലത്തെ വണ്ടിയാണ്. എം എഡിഷൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഏറ്റവും ഓപ്ഷൻസ് കൂടിയ ഈ വണ്ടിയുടെ വില 1,27,000 കൊടുക്കാം. ജിക്സർ 2022 മോഡൽ ജിക്സർ ആണ്. വെറും 78,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 78,000 രൂപയ്ക്ക്. 2024 വണ്ടി, 9,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വണ്ടി നമുക്ക് ഏകദേശം 90,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. നമുക്ക് നമ്മുടെ അപ്പുറത്തേക്ക് പോകുമ്പോഴല്ലേ കൂടുതലും സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. മൈലേജ് വണ്ടികളുണ്ട്, അത് കാണാല്ലേ? മൈലേജ് വണ്ടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. CT100 പ്ലാറ്റിനൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ്. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? പുത്തൻ വണ്ടികളാണ്. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. വെറും 10,000 രൂപ ഡൗൺ പേയ്മെന്റ്. നല്ല പുത്തൻ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നോക്ക്, 2025 മോഡൽ അൻഡോർക്ക് 125 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ്. വണ്ടി ഏകദേശം 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം നമുക്കൊരു 92,000 രൂപയ്ക്ക് കൊടുക്കാം. 92,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഫ്രണ്ടിൽ ക്യാഷ് കാർഡൊക്കെ എല്ലാ കാർഡുള്ള വണ്ടി. അപ്പൊ 92 പറയും പുതിയതിന് ഏകദേശം 1,25 വില വരുന്നുണ്ട്. അടുത്തത് വരുന്നുണ്ട്. അത് 2023 വണ്ടിയാണ്. 2023 ഈ വണ്ടി എൻഡോർക്കാണ്. റേസ് എഡിഷൻ ആണ്. സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് 2023 വണ്ടി വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 2023 വണ്ടി 75,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ഇത് 2023 വണ്ടിയാണ്. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 78,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി. 22 മോഡൽ വണ്ടിയാണ്. വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് എടുത്ത്. ഇതും 23 മോഡൽ വണ്ടിയാണ്. 3 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 മോഡൽ എൻഡോർക്കാണ്. അടിപൊളി ക്ലീൻ വണ്ടി. ഈ വണ്ടിയുടെ വില ഏകദേശം 45,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. വീണ്ടും എൻഡോർക്ക് 2021 വണ്ടിയാണ്. ഏകദേശം 22 വണ്ടിയാണ്. ഏകദേശം നമുക്ക് ഒരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ പുതുപുത്തൻ ടിവിഎസിന്റെ ജുപ്പിറ്റർ നല്ല പുതുപുത്തൻ വണ്ടിയാണ്. 2023 വണ്ടിയാണ്. ഏകദേശം നമുക്ക് 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ഉഗ്രം വണ്ടി എന്ന് വെച്ചാൽ ഉഗ്രം വണ്ടിയാണ്. കുറഞ്ഞ കിലോമീറ്റർ ആണ്. ടിവിഎസിന്റെ ജുപ്പിറ്റർ ക്ലാസിക് ആണ്. ക്ലാസിക് അല്ലേ? ജൂപ്പിറ്റർ ZX എന്ന് പറയും. ജൂപ്പിറ്റർ ZX എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ്. ZX ആണ് കേട്ടോ. അതേപോലെ ജൂപ്പിറ്റർ 2021 വണ്ടി വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. 2024 മോഡൽ വണ്ടി. ഇതൊക്കെ ഒരു 10 രൂപ അടച്ചെടുക്കാം. ഞാൻ ഓരോന്നിനും 10 രൂപ എന്ന് പറയുന്നില്ല. എല്ലാ വണ്ടികളും തന്നെ ഏകദേശം 10-15 റേഞ്ചിൽ അടച്ചെടുക്കാം. ഇത് 2024 ആണ്. ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 ആണ്. 64,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 2022 വണ്ടിയാണ്. 2022 ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 67,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 വണ്ടിയാണ്. ഏകദേശം നമുക്ക് ഒരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ 10 രൂപ അടച്ചാൽ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഞാൻ ചോദിച്ചില്ല. അതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് ചിലത് ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണർ ആണ്. ചില വണ്ടികൾ രണ്ടാമത്തെ ഓണർഷിപ്പ് ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് RC ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇത് 2018 മോഡൽ വണ്ടിയാണ്. ഏകദേശം 40,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡൽ വണ്ടിയാണ്. 30,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 മോഡൽ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 22,000-23,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2019 മോഡൽ അപ്രിൽ ഇരിപ്പുണ്ട്. നല്ല ക്ലീൻ വണ്ടി. 45,000 രൂപയ്ക്ക് കൊടുക്കാം. 45,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2016 മോഡൽ ഏവിയേറ്റർ ആണ്. നല്ല വണ്ടിയാണ്. അലോയിലുള്ള വണ്ടിയാണ്. ഏകദേശം 32,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2017 മോഡൽ വണ്ടിയാണ്. നല്ല ആക്റ്റീവാണ്. 32,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡൽ ഡിയോ ഡീലക്സ് നല്ല ക്ലീൻ വണ്ടി. നല്ല ഉഗ്രം വണ്ടിയാണ്. വണ്ടി വന്ന് നോക്കി കഴിഞ്ഞ് ഓടിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കാം. നമുക്ക് ഒരു 65,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. അതേപോലെ തന്നെ 2019 മോഡൽ ഡിയോ ഉണ്ട്. 45,000 രൂപയ്ക്ക് കൊടുക്കാം. 2012 മോഡൽ ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കുറഞ്ഞ വണ്ടി ഇതാണുള്ളത്. അതേപോലെ തന്നെ ഇനി ബൈക്കാണ്. മൈലേജ് വണ്ടികളാണ്. എക്സൽ സൂപ്പർ
ഇരിപ്പുണ്ട് XL100. ഈ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ ഒരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 വണ്ടി. അതുപോലെ മൈലേജ് ചാമ്പ്യൻ ആണ്. ഏകദേശം 70-65 മുകളിൽ മൈലേജ് പ്ലാറ്റിന. ഈ പ്ലാറ്റിന രണ്ടും ഏകദേശം 2022 വണ്ടിയാണ്. 50,000 രൂപ വെച്ച് കൊടുക്കാം. വെറും 50,000. അജാസിന്റെ വീട് കണ്ടിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. വെറും 50,000 രൂപ വെച്ച് നമുക്ക് ഈ വണ്ടി 50,000 രൂപ രണ്ടും കൊടുക്കും. ഒരു വണ്ടിക്ക് 50,000. അപ്പൊ ഇതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇതിനൊക്കെ ഏകദേശം ഒരു 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ നമുക്ക് റെഡിയാക്കാം. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് എടുക്കാം. അടുത്തത് 2 യൂണിക്കോൺ. അത് യൂണിക്കോൺ ആണ്. യൂണിക്കോൺ 2021 യൂണിക്കോൺ ആണ്. ഏകദേശം നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാം. ഡിസ്ക് ബ്രേക്ക്, ABS ഉള്ള അലോയ് വണ്ടിയാണ്. നല്ല ബ്ലാക്ക് വണ്ടി, പളുങ്ക് പോലത്തെ വണ്ടി. ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല, പോറലില്ലാത്ത വണ്ടി. അതുപോലെ തന്നെ 2018 മോഡൽ യൂണിക്കോൺ ആണ്. ഏകദേശം നമുക്ക് ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. ഗ്ലാമർ 2021 വണ്ടിയാണ്. 55,000 രൂപ. 2021 വണ്ടിയാണ്. 55,000 രൂപ. ഇതൊക്കെ ഒരു 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റും. സ്പ്ലെൻഡർ പ്ലസ് പ്ലസ് 2023 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 വണ്ടിയാണ്. 65,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എടുക്കാം. ഇതാണെങ്കിൽ HF Deluxe 2022 വണ്ടിയാണ്. നമുക്കൊരു 57,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതാകുമ്പോൾ 2024 പുതുപുത്തൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം വില ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 75,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ ഗ്ലാമർ 2019 മോഡൽ വണ്ടിയാണ്. 19 മോഡൽ വണ്ടി ഇപ്പൊ എടുത്ത വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ 2019 മോഡൽ ഗ്ലാമർ ആണ്. ഏകദേശം നമുക്കൊരു 42,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ CT 125X 1, 2, 3 പിന്നെ 110X ഉണ്ട് അല്ലെ? ഇഷ്ടംപോലെ വണ്ടികൾ CT 110X എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികളാണ്. എല്ലാം 125 ആണെങ്കിലും 110 ആണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം നമുക്ക് 2023 വണ്ടികളാണ്. അതൊക്കെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 52,000 രൂപ വെച്ച് കൊടുക്കാം. വെറും 52,000 വെച്ച് 2023 വണ്ടി, 2022 വണ്ടി, 2022 വണ്ടി 125 ആണ്. ഇതൊക്കെ ആകുമ്പോൾ 52,000 രൂപ കൊടുക്കാം. 110 ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മതി. 10,000 താഴെ ഡൗൺ പേയ്മെന്റ് മൈലേജ് വണ്ടി കൊടുക്കാൻ പറ്റും. ഇത് 125 ആണ്. 52,000 രൂപ. NS 2021 വണ്ടിയാണ്. NSന്റെ 200 അല്ലേ? NS 200 ആണ്. 2021 മോഡൽ വണ്ടിയാണ്. NS 125 ആണ്. ഈ വണ്ടി ഇതാണെങ്കിൽ നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് NS 200 ആണ്. 2017 മോഡൽ വണ്ടിയാണ്. 60,000 രൂപയ്ക്ക് കൊടുക്കാം. 60,000. ഈ NS ആണെങ്കിൽ 160 ആണ്. 2019 മോഡൽ 160 ആണ്. വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് NS 2017 മോഡൽ 160 ആണ്. വെറും 32,000 രൂപ. NS 125 ഉണ്ട്, 160 ഉണ്ട്, 200. NS 150 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 32,000 രൂപയ്ക്ക് NS കൊടുക്കാം. 32,000 വെറും 32,000 രൂപയ്ക്ക്. നമ്മുടെ NSന്റെ എല്ലാ സീരീസും ഉണ്ടല്ലേ? ഉണ്ട്, പല വിലക്കുണ്ട്. അതേപോലെ തന്നെ പൾസർ 180F ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില വെറും 45,000 രൂപ. 2019 ABS ടൈപ്പ് വണ്ടി 45,000. FC ഇരിപ്പുണ്ട്. 2016 മോഡൽ വണ്ടി വെറും 35,000 രൂപ. 2014 മോഡൽ നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള FC വെറും 32,000 രൂപ. അത് വെറും 22,000 രൂപയ്ക്ക് 2012 മോഡൽ FC കൊടുക്കാം. FC ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ 3 ഇപ്പൊ അവൈലബിൾ ആണ്. മിക്ഷിപ്പ് പഴയ മോഡൽ വണ്ടി 35,000, 32,000, 22,000 രൂപ. ഇതൊക്കെ സെയിലായ വണ്ടികളാണ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും അപ്പൊ ഏകദേശം നമുക്ക് 20,000 രൂപ മുതൽ വണ്ടികളുണ്ട്. ഏകദേശം 10,000, ഏകദേശം 5,000 രൂപ മുതൽ ഡൗൺ പേയ്മെന്റിൽ വണ്ടികൾ ഇറക്കാം. നമുക്ക് അത് നമുക്ക് നോക്കേണ്ട വരും. ഏകദേശം ഡിപ്പെൻസ് ഓൺ ട്രാക്ക്. നമുക്ക് അത് പറയാം. സ്കൂട്ടറുകളുടെ കേസ് പറയുകയാണെങ്കിൽ 10,000 താഴെയും, ബൈക്കുകളാണെങ്കിൽ 20,000 താഴെയും ഇറക്കാൻ ശ്രമിക്കാം. 10 രൂപ അടച്ചാലും 5,000 രൂപ അടച്ചാലും കിട്ടും. പക്ഷേ നമുക്ക് ഇന്ന വണ്ടിക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളായിട്ട് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് 5,000 കിട്ടുമില്ല എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വണ്ടി എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വണ്ടി തരുമ്പോൾ ഇതിനകത്ത് പേര് മാറുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പിന്നെ നിങ്ങളുടെ വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടികളും കൊടുത്തിട്ട് വേറെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് മാറി വാങ്ങാനുള്ള സൗകര്യമുണ്ട്.
അതല്ലാതെ വണ്ടി ഡയറക്റ്റ് വിൽക്കാനാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ആർടിഒയുടെ ഓതറൈസ്ഡ് ഡീലറാണ്. അപ്പൊ അത് നിങ്ങൾ ഏതെങ്കിലും വണ്ടി തന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഞങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടും ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ടതില്ല. വിശ്വസ്തയോടെ വണ്ടികൾ വാങ്ങുവാനും വിൽക്കുവാനും എല്ലാത്തിനും നമുക്ക് ബൈക്ക് മാർട്ടിലേക്ക് സമീപിക്കാം. തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ പില്ലർ നമ്പർ 550 അടുത്താണ്. അപ്പൊ വണ്ടി നമുക്ക് വർക്ക്ഷോപ്പ് സൗകര്യമുണ്ട്. നിങ്ങൾ വണ്ടി ഒരെണ്ണം വന്ന് നോക്കി എന്തെങ്കിലും പോരായ്മയുണ്ട്, ടയർ കുറവുണ്ട്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ എല്ലാം 100% ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി വാങ്ങുക. വണ്ടി വാങ്ങിയതിന് ശേഷം വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അത് കാരണം നിങ്ങൾ 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. എല്ലാവരുടെയും വളരെ നന്ദി. ഞങ്ങളുടെ ആജാസിന്റെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. നാസ്രിക്ക ബൈ കൊടുത്തേക്ക്. ഓക്കെ.